ഹലോ ഗായ്സ്, എല്ലാവരും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടക്കറി ഉണ്ടാക്കി കഴിച്ചത് മടുത്തെങ്കിൽ നമുക്ക് പുതിയ രീതിയിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കാം. അഫ്ഗാൻ മുട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു തവ വെച്ചിട്ട് അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്നാല് സവാള എടുത്തിട്ട് അത് കനം കുറഞ്ഞ് അരിഞ്ഞ് അത് നമുക്ക് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എരിക്കനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-5 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഇഞ്ചിയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുത്ത് പിന്നെന്തോ നമ്മുടെ പെരിഞ്ജീരകം, സാദാ ജീരകമല്ല, പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെന്തുവാ നമ്മുടെ കാജു ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അത് ഗോൾഡൻ കളർ ആവുന്നതിന് വരെ വഴറ്റിയെടുത്തിട്ട് നമുക്കത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ ഫൈൻ പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലോട്ട് തന്നെ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കറുകപ്പട്ട, നമ്മുടെ വൈഷ്ണയില, പിന്നെ ഒരു ഏലക്ക ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റാൻ വേണ്ടിയിട്ട്. അത് നല്ല ഒരു കറുത്ത കളർ പോലെ വരും, അതുവരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം ചെറുതീയിലിട്ട്. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി, നമ്മൾ ആദ്യം പച്ചമുളക് അരച്ചതാണ്, എന്നാലും ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ശകലം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി അതുകൂടി ഇട്ട് നല്ല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിനി ആ ഒരു കറുപ്പ് കളറാകുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് അടച്ച് വയ്ക്കാം. അതുകൊണ്ട് ഇപ്പം കണ്ടോ കളറ് മാറി ഒരു കറുപ്പ് കളർ പോലെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിലോട്ട് നമുക്കെന്തോ ചേർത്ത് കൊടുക്കാം? തൈര്. ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് തൈര് ചേർക്കുമായിരുന്നു. നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചതിൻ്റെ തൊട്ട് കിടക്കത്തില്ല. പിന്നെ അതിലോട്ട് നമ്മുടെ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെക്കണം. പിന്നെ നിങ്ങളും തീർച്ചയായിട്ടും ഈ ഡിഷൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. റൊട്ടിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളിയാണ്. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് അത് അവിടെ ഇരുന്ന് എണ്ണ തെളിയിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് 3 കൂടി ഇട്ട് കൊടുത്തിട്ട് ആ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആകുന്നതിന് വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. അത് ചെറുതായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. മുട്ട ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കറിക്കത്തില്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് അത് നമ്മുടെ ആ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പിൽ അല്പം വെള്ളം ചേർത്തിട്ട് അതൊന്ന് ലൂസാക്കിയിട്ട് ഈ മുട്ട അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി മുട്ടയുടെ എല്ലാ സ്ഥലത്ത് അരപ്പാകുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കത് അടച്ച് വെക്കാം. ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് ടൈം എടുക്കും, എന്നാലും നല്ല ടേസ്റ്റാണ് മുട്ടക്കറി. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് എടുത്തപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് മുട്ടക്കറി വന്നിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.